ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പാർട്ട് 2 വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്പ്ലെൻഡറിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമുക്ക് ബാക്ക് ഹബ്ബ് ഉണ്ടല്ലോ, ഹബ്ബിൻ്റെ സ്റ്റോപ്പർ നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ സ്റ്റോപ്പർ പിടിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ നട്ടും ബോൾട്ട് നമ്മൾ അങ്ങ് ഇട്ട് ടൈറ്റ് ചെയ്യുക. അതിന് മുമ്പേ ഒരു വാഷർ ഇടുക, അതിൻ്റെ നട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ഹബ്ബിൻ്റെ അവിടെയും അതിനങ്ങ് വയ്ക്കുക, നട്ടിടുക. ഈ നട്ടാണ് ഇതിൽ വരുന്നത്, ഈ നട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വാഷർ ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ വാഷർ, ചെറിയ വാഷറാണ്. പിന്നെ മുകളിലും ചെറിയ വാഷറാണ് വരുന്നത്, അതായത് എൻ്റെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വലിയ വാഷർ ഇട്ട്. നമുക്ക് അതങ്ങിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗൈസ് നമ്മൾ ബ്രേക്ക് റോഡ് എടുത്തിട്ടുണ്ട്. ബ്രേക്ക് റോഡിൻ്റെ വില വന്നിട്ട് 102 രൂപയാണ്. ബാക്ക് സ്പ്ലെൻഡറിൻ്റെ ബാക്ക് ബ്രേക്ക് റോഡിൻ്റെ വില 102 രൂപ. അപ്പോൾ നമുക്ക് കവർ പൊട്ടിച്ച് നമുക്കിതങ്ങ് സെറ്റ് ചെയ്യാം. നമ്മളത് കവർ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബ്രേക്ക് റോഡിൻ്റെ ആ പിന്നുണ്ടല്ലോ, ആ പിന്നിന് നമ്മൾ ഇളക്കുക. എന്നിട്ട് ഈ ഒരു സ്പെഷ്യൽ ബോൾട്ട് അങ്ങ് ഇളക്കി എടുക്കുക. എന്നിട്ട് നമ്മളിത് ബ്രേക്ക് റോഡല്ലേ, ആ ബ്രേക്ക് റോഡ് എടുത്ത് നമ്മളിത് ബ്രേക്ക് പെഡലിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്. ഈ ഒരു ചെറിയൊരു ബോൾട്ട് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക, പിന്നിങ്ങനെ വളച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് അങ്ങ് ബാക്കിലോട്ട് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ സ്പ്രിങ് സെറ്റ് ചെയ്യുക. സ്പ്രിങ് ഇങ്ങനെ ഇടുക. എന്നിട്ട് നമ്മൾ ഈ സ്വിംഗ് ആമിൽ സെറ്റ് ചെയ്യുക. നമ്മളൊരു കവർ എടുത്തിട്ടുണ്ട്. സ്പ്രിങ് ഇടാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മച്ചന്മാരെ. നമ്മൾ കവർ എടുത്തത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കവർ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വലിക്ക് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ബാക്ക് ഹബ്ബിൽ അങ്ങ് സെറ്റ് ചെയ്യുക. ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ എടുക്കുക, അതിൻ്റെ പുറകിൽ ആ നട്ടിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രീ പ്ലേ എല്ലാം നോക്കുക, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റാൻഡ് സെറ്റ് നമ്മളെ സ്പ്ലെൻഡറിൻ്റെ സൈഡ് സ്റ്റാൻഡിൻ്റെ വില നമുക്ക് അതങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കവറൊക്കെ പൊട്ടിച്ച് അതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ ഊരിയെടുത്ത് സ്പ്രിങ് ഊരിയെടുത്ത് കറക്റ്റായിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റാൻഡ് ചേസിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബോൾട്ടൊന്ന് നമുക്ക് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കൈ ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഫുള്ളായിട്ട് നമുക്ക് സ്പാനർ ഇട്ട് പിടിക്കാം. ഫസ്റ്റ് നമ്മൾ ബോൾട്ട് ഇട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ നട്ട് നമ്മൾ പുറകിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് സ്പാനർ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്പ്രിങ് എടുത്തിട്ടുണ്ട്. സ്പ്രിങ് നമുക്കിനി സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്പ്രിങ് സെറ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു നീളമുള്ള ഭാഗം താഴെ വരണം, ആ രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ഞാൻ ഇപ്പം വച്ചില്ല, ഈ ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്യണം. നമ്മളിങ്ങനെ ആദ്യം സ്പ്രിങ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നാക്കി കൊടുത്താൽ കറക്റ്റായിട്ട് സ്പ്രിങ് ലോക്കായി. എന്നിട്ട് നമ്മൾ ഈ റബ്ബർ എടുത്തിട്ടുണ്ട്. റബ്ബർ നമുക്ക് ചേസിലേക്ക് സെറ്റ് ചെയ്യാം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ബ്രീത്തർ ട്യൂബ് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റബ്ബറാണ്. അതായത് ചേസിൽ ഒരഞ്ഞൊരു ഡാമേജും വരുത്താതിരിക്കാനുള്ള ഒരു റബ്ബറാണ് മച്ചന്മാരെ. എന്നിട്ട് നമ്മൾ എഞ്ചിനിൽ ബ്രീത്തർ ട്യൂബ് സെറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ബ്രീത്തർ ട്യൂബിൻ്റെ ഓസ് നമുക്ക് പതുക്കെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എഞ്ചിൻ അങ്ങ് തൂക്കി ചേസിലോട്ട് കയറ്റാം. അങ്ങനെ ഗൈസ് നമ്മൾ എഞ്ചിൻ ചേസിലോട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ബോൾട്ട് ഉണ്ടല്ലോ, ബോൾട്ട് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റത്തെ ബോൾട്ട് മുകളിലും പിന്നെ രണ്ടാമത്തെ ബോൾട്ട് നമ്മൾ ഇടയ്ക്ക് വരും. അതായത് നമ്മുടെ എയർ ഫിൽറ്റർ ബാക്ക് ടയർ വരുന്ന ഭാഗമില്ലേ, ആ സൈഡ് പറഞ്ഞിടും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇതിട്ടങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നെറ്റ് അങ്ങ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കൈ ടൈറ്റ് ചെയ്യണം. ലാസ്റ്റ് നമുക്ക് സ്പാനർ ഇട്ട് പിടിക്കാം. അങ്ങനെ നമ്മൾ കൈ ടൈറ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് മച്ചാന്മാരെ. എന്നിട്ട് നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഒരു സ്റ്റോപ്പറുണ്ട്, ക്ലച്ച് കേബിളിൻ്റെ, അത് നമുക്കിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. 12 വോൾട്ട് ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എഞ്ചിൻ മൗണ്ടിങ്ങിൻ്റെ ബോൾട്ട് ഇട്ട് നമുക്കങ്ങ് പതുക്കെ കൈ കൊണ്ട് ആദ്യം കറക്കി ടൈറ്റ് ചെയ്ത ശേഷം സ്പാനർ ഇട്ട് അങ്ങ് നന്നായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഏതാണ്ട് ടൈറ്റ് ചെയ്ത് തീരാറായി ഗൈസ്. ഇനി നമുക്ക് ആ മറ്റേ ബോൾട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത് 2 12-ൻ്റെ ബോൾട്ട് വരാം. നമുക്ക് അടിയിൽ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അടിയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അടുത്തതായി നമുക്ക് അതിൻ്റെ സെക്കൻഡറി എയർ ഇഞ്ചക്ഷൻ, അതായത് സാ യൂണിറ്റിൻ്റെ പൈപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ സാ യൂണിറ്റിൻ്റെ പൈപ്പ് വരുന്നത്. സാ യൂണിറ്റ് അതായത് പൊല്യൂഷൻ. നമുക്ക് ഫസ്റ്റ് ഒരു പാക്കിങ് വയ്ക്കുക, അനാബോണ്ട് ഇടുന്ന അനാബോണ്ട് ഇടുക, എന്നിട്ട് നമുക്ക് ഇങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. താഴെ ഒരു 2 10-ൻ്റെ ബോൾട്ട് വരും, അത് നമുക്ക് ഇങ്ങിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സിലിണ്ടർ കിറ്റിൻ്റെ അവിടെ ഒരു ബോൾട്ട് വരും, അതങ്ങിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളത് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സൈലൻസർ സെറ്റ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് പാക്കിങ് എടുത്തിട്ടുണ്ട്. പാക്കിങ്ങിൽ കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്യുക. ഗ്രീസ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിങ് നമുക്ക് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഹെഡിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സൈലൻസർ സെറ്റ് ചെയ്യും. ഇത് നമ്മുടെ BS6-ൻ്റെ സൈലൻസറാണ്. അതായത് എൻ്റെ വണ്ടി BS3 വണ്ടിയാണ്. ഞാൻ BS6-ൻ്റെ കുറച്ച് അപ്ഗ്രേഡേഷൻ ചെയ്തതാണ്, കാരണം മൈലേജ് എനിക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മൾ BS6-ൻ്റെ സൈലൻസർ നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫുഡ് റെസ്റ്റിൻ്റെ അവിടെ വരുന്ന ഭാഗത്തോട്ടുള്ള നട്ടും ബോൾട്ടും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് കൈ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്പാനർ ഇട്ട് പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഹെഡിലെ ഭാഗം നമ്മളൊരു 10-ൻ്റെ ടീ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെയും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കുള്ള ഭാഗത്ത് വരില്ലേ, അതും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗൈസ് നമ്മൾ സൈലൻസർ സെറ്റ് ചെയ്ത്, എന്നിട്ട് നമുക്ക് ടീ സ്റ്റമ്പിൻ്റെ ടോപ്പ് കവർ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഹാൻഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഹാൻഡിൽ സ്റ്റേങ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ റബ്ബറും വാഷറും ഇട്ട് വച്ച ശേഷം നമ്മളത് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ ടൈറ്റ് ചെയ്യുക. ആദ്യം കറക്കി ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ നമുക്ക് ഇനി സ്പാനർ ഇട്ടൊന്ന് പിടിപ്പിക്കാം. സ്പാനർ ഇട്ട് ജസ്റ്റ് ഒന്ന് നോക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ രണ്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഹാൻഡിൽ സെറ്റ് ചെയ്യാം. നമ്മൾ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് വരുന്ന കവർ ഇട്ട് കൊടുക്കുക. അങ്ങ് നമ്മൾ 10-ൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ രണ്ട് സൈഡും വരും. അത് നമ്മളങ്ങ് കറക്റ്റായിട്ട് 4 10-ൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 4 10-ൻ്റെ ബോൾട്ട് ഇട്ട ശേഷം ഒരു ടീ സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു മിനിമം ടൈറ്റ് മതി. ലാസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ അത് ടൈറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ബാക്ക് മഡ് ഗാർഡ് നമുക്ക് സെറ്റ് ചെയ്യാം. ഗൈസ് പുറകിൽ നിന്ന് നമ്മൾ മുന്നോട്ട് തള്ളി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ 2 ബോൾട്ട് ഇട്ട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ബോൾട്ട് ഇടുന്നതിന് തൊട്ട് മുന്നേ ഒരു റബ്ബർ വരും, അതായത് ഈ റബ്ബർ വാഷർ. ഇത് ഇട്ടങ്ങ് ജസ്റ്റ് ഒന്ന് നമുക്കൊരു ടീ സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു വാഷർ കൊണ്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് അങ്ങനെ നമ്മൾ ഒരു സൈഡ് ടൈറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് സെയിം പ്രോസസ്സാണ്. അതേപോലെ നമ്മൾ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗൈസ് അടുത്തതായി നമുക്ക് ടെയിൽ പാനൽ സെറ്റ് ചെയ്യും. ടെയിൽ പാനലിൽ 2 ബോൾട്ട് വരും. നമുക്ക് ആദ്യം ടെയിൽ പാനൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വണ്ടിയിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിലായിട്ട് 2 ബോൾട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ചേസിലും പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം വരുമല്ലോ, ഈ ഒരു ഭാഗത്തോട്ടിട്ട് അങ്ങ് കൈ ടൈറ്റ് ചെയ്ത ശേഷം സ്പാനർ ഇട്ട് ലാസ്റ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗൈസ് അടുത്തതായി നമ്മൾ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യണം. എയർ ഫിൽറ്റർ നമ്മളിങ്ങനെ എടുക്കുക. എന്നിട്ട് ഉള്ളിലോട്ടൊന്ന് തള്ളി കയറ്റി കൊടുക്കുക. തള്ളി കയറ്റി കറക്റ്റായിട്ട് വച്ച ശേഷം നമ്മൾ ബ്രീത്തർ ട്യൂബിൻ്റെ കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ 10-ൻ്റെ ബോൾട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എല്ലാ ബോൾട്ടും കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എൻജിൻ്റെ വരുന്ന ആ വയറിംഗ് ഉണ്ടല്ലോ, വയറിങ് ജസ്റ്റ് ഈ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കടത്തി മുകളിലോട്ട് കയറ്റി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വയറിംഗ് കിറ്റ് സെറ്റ് ചെയ്യുക. വയറിംഗ് കിറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് നിന്ന് 2 സൈഡിലോട്ട് പോകണം. അതായത് ഇടയ്ക്കുള്ള ഭാഗം ഉണ്ടല്ലോ, എയർ ഫിൽറ്റർ, ബാറ്ററി ബോക്സ്, അവിടെ നമുക്ക് ആദ്യം കൊരുത്ത് കയറ്റി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം മുകളിലോട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിലോട്ടുള്ള വയറിംഗ് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. സീഡ് യൂണിറ്റിൻ്റെ സോക്കറ്റെല്ലാം താഴെ കൂടി ഇറക്കിയ ശേഷം നമുക്ക് ആ വയറിങ് ബാക്കിലോട്ടങ്ങ് ഇടയിൽ കൂടി, ചേസിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഇടയിൽ കൂടി ഇങ്ങനെ കൊരുത്ത് അങ്ങ് ബാക്കിലോട്ട് കറക്റ്റായിട്ട് നമുക്ക് ബാക്കിലെത്തിക്കണം. അതായത് ബാക്കിലത്തെ ഭാഗം ഒരു സെറ്റായിട്ട് തന്നെ കിട്ടും. അത് നമുക്കിങ്ങനെ കൊരുത്ത് ബാക്കിലോട്ട് അങ്ങ് എത്തിക്കുക. എന്നിട്ട് ഈ ഒരു ഇടയിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടി അടിയിൽ കൂടി ഇങ്ങനെ കയറ്റിയെടുക്കുക. അപ്പോഴേക്കും നമ്മൾ ആ ബാക്കിലുള്ള ഭാഗത്തിലുള്ള വയറിങ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ബാക്കിലോട്ടില്ല. ഓക്കെ. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കുള്ള ഭാഗം, അതായത് അവിടെയെല്ലാം വയറെല്ലാം കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്ക് ഗ്രൗണ്ട് എർത്ത് സെറ്റ് ചെയ്യാം. അതിനായി നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. എന്നിട്ട് ചേസിൽ ആ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് ചെത്തിക്കളയുക. ഇവിടെയാണ് നമ്മൾ റെഗുലേറ്ററും പിന്നെ ഗ്രൗണ്ട് എർത്തും കൊടുക്കുന്ന ഒരു ഭാഗം.
അങ്ങനെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ചെത്തി കൊടുത്ത് ക്ലിയർ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ റെഗുലേറ്റർ എടുക്കുക. റെഗുലേറ്റർ എടുത്തതിന് ശേഷം റെഗുലേറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കുക. കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഗ്രൗണ്ട് എർത്ത് വയർ എടുക്കുക. എർത്ത് വയർ എടുത്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ബോൾട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിട്ട് റെഗുലേറ്ററിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിട്ട് നമ്മൾ ചേസിലിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടീ സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗൈസ് നമ്മൾ അടുത്ത പരിപാടി നമ്മൾ ഈ സോക്കറ്റ് എല്ലാം കറക്റ്റായിട്ട് അങ്ങ് കയറ്റി കൊടുക്കുക. വലിയ സോക്കറ്റ് അതിൻ്റെ സ്ഥാനത്ത്, പിന്നെ ബാക്കി വയർ വന്നിട്ട് നമ്മൾ വേറെ 2 എക്സ്ട്രാ വയർ വരും. അത് ഈ 2 എക്സ്ട്രാ വയറാണ്. ഇത് നമ്മൾ കളർ കോഡ് നോക്കി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. കളർ നോക്കി സെറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കപ്ലിങ് കയറ്റി കൊടുക്കുക. അങ്ങനെ ഗൈസ് നമ്മൾ 2 വയറും ഓക്കെ ആക്കി കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊക്കെ അങ്ങ് ഒതുക്കി വയ്ക്കാം. എന്നിട്ട് ഗൈസ് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ സ്വിച്ച് ഉണ്ടല്ലോ, ബാക്ക് ബ്രേക്കിൻ്റെ സ്വിച്ച്, അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ചേസിലോട്ട് വയ്ക്കുക. പിന്നെ അതിൻ്റെ സ്പ്രിങ് നമ്മൾ ബ്രേക്കിൻ്റെ പെഡലിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മറ്റ് ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ബ്രേക്കിൻ്റെ സ്വിച്ചിൽ വെച്ച ശേഷം നമുക്ക് മേളിലത്തെ ആ ഒരു അഡ്ജസ്റ്റർ ഉണ്ട്, അത് നമുക്കിട്ട് കറക്റ്റായിട്ട് കറക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് CD യൂണിറ്റ് സെറ്റ് ചെയ്യാം. CD യൂണിറ്റ് സെറ്റ് ചെയ്യാൻ സിമ്പിളാണ്. ജസ്റ്റ് അതിൻ്റെ സോക്കറ്റിലോട്ടൊന്ന് കയറ്റി കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ കോയിൽ സെറ്റ് ചെയ്യണം. ഇത് ഡിസ്റ്റിങ്ഷൻ കോയിൽ, അതായത് ഇഗ്നിഷൻ കോയിൽ. പിന്നെ അതിൻ്റെ കേബിളും അഡാപ്റ്ററും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 65 രൂപയാണ്. അതായത് അഡാപ്റ്ററും കേബിളും കിട്ടും 65 രൂപ. അങ്ങനെ നമ്മൾ അഡാപ്റ്റർ പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു കോയിലില്ലേ ഡിസ്റ്റിങ്ഷൻ, അതായത് ഇഗ്നിഷൻ കോയിൽ, ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്ത് കറക്കി കൊടുക്കുക. അപ്പോഴേക്കും അതങ്ങ് സെറ്റാകും. കറക്കി കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ കണക്ഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുക. ഇഗ്നിഷൻ കോയിലിൻ്റെ കണക്ഷൻസ്, അതായത് പച്ച വരുന്ന ഗ്രൗണ്ടാണ്, പിന്നെ മറ്റത് ലൈനുമാണ് വരുന്നത് ബ്ലാക്ക്. അത് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചേസിലോട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതൊരു 10ൻ്റെ ഒരു നട്ടാണ് വരുന്നത്, അതങ്ങോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത് കാർബറേറ്റർ സെറ്റ് ചെയ്യാം. കാർബറേറ്ററിൻ്റെ അവിടെ ഇന്നറ്റ് മാനിഫോൾഡിൻ്റെ അവിടെ ഒരു വാഷർ വരും, അതായത് ഓറിങ് വരും, അതങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ പൈപ്പിൽ കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ഒരു ഗ്യാസ്കറ്റ് ഉണ്ട്, അതിങ്ങ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ റൗണ്ട് വാഷർ വരും, അത് നമ്മൾ വച്ച് കൊടുക്കുക. എന്നിട്ട് 2 8ൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഗൈസ് നമ്മൾ 2 സൈഡും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആക്സിലേറ്റർ കേബിൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ആ ത്രോട്ടിലിൻ്റെ ക്യാപ്പ് ഊരി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു നീഡിലും സ്പ്രിങ്ങും വരും, അത് നമുക്ക് ഒരു വിരൽ കൊണ്ട് കുത്തി അങ്ങ് പുറത്തോട്ട് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് ജാമായിപ്പോയി ഗൈസ്. അങ്ങനെ നമ്മൾ കുത്തി അങ്ങ് മേളിലായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ത്രോട്ടിൽ കേബിൾ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. കേബിൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആ ത്രോട്ടിലിൻ്റെ കപ്പിൻ്റെ ഉള്ളിൽ കൂടി കേബിൾ ഇറക്കിയ ശേഷം നമ്മുടെ ആ ഒരു സ്പ്രിങ് അങ്ങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് സാധാരണ എല്ലാവർക്കും അറിയുന്നുള്ളൊരു കാര്യമാണ് ഗൈസ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആ നീഡിൻ്റെ ആ ഒരു ഇതിലങ്ങ് കയറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾ കേബിൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കേബിൾ ഇടേണ്ട ഒരു പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കാർബറേറ്ററിൽ ഒരു ജസ്റ്റ് ഒരു ഡോട്ട് പിന്നെ നമ്മൾ ആ ഒരു കറക്റ്റ് പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ നമ്മളങ്ങ് പതുക്കെ അങ്ങ് ഇറക്കി കൊടുക്കുക. ഇറക്കി കൊടുത്ത ശേഷം ആ ത്രോട്ടിലിൻ്റെ ആ ഒരു ക്യാപ്പ് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കൈ ടൈറ്റ് ചെയ്ത ശേഷം പ്ലെയർ ഇട്ടോ പതുക്കെ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഗൈസ്, കേബിൾ സക്സസ്ഫുള്ളായിട്ട് സെറ്റായി. എന്നിട്ട് നമുക്ക് ക്ലച്ച് കേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ കേബിൾ ഇറക്കിയിട്ടുണ്ട്, നമുക്ക് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ക്ലച്ച് പ്ലേറ്റെല്ലാം ഏതാണ്ട് തീർന്നു, അതാണ് ഇങ്ങനെ കേബിൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കറക്റ്റായിട്ട് സീറ്റായി നിൽക്കാത്തത്. നമ്മളങ്ങനെ കേബിൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ ഭാഗത്തിലോട്ട് ഇടയിൽ കൂടി ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് കേബിളിൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഫ്രണ്ടിലോട്ട് എത്തിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് മഡ്ഗാർഡിൻ്റെ അടിയിൽ പിടിപ്പിക്കണം. നമുക്കതങ്ങിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 4 ബോൾട്ടാണ് വരുന്നത്, അതങ്ങിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ എടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ വില വന്നിട്ട് 236 രൂപയാണ്. വെള്ള ഇൻഡിക്കേറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഗൈസ് ഇൻഡിക്കേറ്റർ വന്നിട്ട് വാരിയോക്കിൻ്റെ ഇൻഡിക്കേറ്ററാണ്, വെള്ള ഇൻഡിക്കേറ്ററാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അടുത്ത് നമുക്ക് സൈഡ് കബിള് നമുക്ക് സെറ്റ് ചെയ്യാം. കബിള് വരും, പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് വരും. അതാണ് നമ്മളൊരു ടെയിൽ പാനലായിട്ട് വരുന്നത്, ഈ ഒരു ചെറിയൊരു പീസ്. ഇതിനെ നമുക്ക് അങ്ങ് സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്കത് വണ്ടിയിലോട്ട്, സ്പ്ലെൻഡർ ബൈക്കിലോട്ട് നമുക്ക് അതങ്ങ് പിടിപ്പിക്കാം. ജസ്റ്റ് കവളൊന്ന് പുറകിൽ നിന്ന് ഇങ്ങനെ പതുക്കെ കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു റൗണ്ട് റബ്ബർ വരും അതിൻ്റെ ഇടയ്ക്ക്, അതായത് ചേസിൻ്റെ 2 സൈഡ്, അതിൽ നമ്മൾ അങ്ങ് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കുമ്പോഴത്തേക്കും ലോക്കാവും. എന്നിട്ട് നമുക്ക് ഇവിടെയും 2 സൈഡിൽ നമ്മൾ റബ്ബർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പെഷ്യൽ വാഷർ നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളെ സീറ്റിൻ്റെ സ്റ്റെപ്പ് കൂടി ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്പ്ലെൻഡറിനെ ഗ്രാബ് റെയിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പതുക്കെ സെറ്റ് ചെയ്യാം. 14 ബോൾട്ടാണ് വരുന്നത്. സോറി 14 12 ബോൾട്ടാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ അടുത്ത് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെയിൻ സ്പ്രോക്കറ്റ് ആണ്. അങ്ങനെ നമ്മൾ ചെയിൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെറിയ ഒരു ഇന്നർ സ്പ്രോക്കറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ലോക്ക് ഉണ്ട്, അത് കറക്റ്റ് പൊസിഷനിൽ വെച്ച ശേഷം 2 10 mm ബോൾട്ട് ഉണ്ട്, അത് നമ്മൾ പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഗിയറിൻ്റെ പെഡൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പെഡലിൻ്റെ വില വന്നിട്ട് 205 രൂപയാണ്. എന്നിട്ട് ഇതിനങ്ങ് പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചെടുത്ത ശേഷം ഗിയറിനെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനങ്ങ് പതുക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഒരു 10 ടീ സ്പാനർ ഇട്ട് അതങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെയിൻ കറക്റ്റായിട്ട് സ്പ്രോക്കറ്റിലോട്ട് സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയിൻ ബാക്കിൽ ഇങ്ങനെ പതുക്കെ എടുത്ത് പതുക്കെ നമ്മളിങ്ങനെ കൊരുത്ത് ഫ്രണ്ടിലോട്ട് എത്തിച്ച ശേഷം നമുക്ക് പതുക്കെ വീലിൻ്റെ ആക്സിൽ നട്ട്, പിന്നെ നമ്മൾ ഹാഫ് ആക്സിലുണ്ടല്ലോ അതങ്ങ് നമുക്ക് അഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം ചെയിൻ കറക്റ്റ് പൊസിഷനിൽ വച്ച ശേഷം അങ്ങനെ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട ശേഷം നമുക്ക് അതിൻ്റെ ചെയിൻ ലോക്ക് ഇടണം. ചെയിൻ ലോക്കിന് മുമ്പ് ആദ്യം സ്റ്റോപ്പറുണ്ട്. എന്നിട്ട് നമ്മൾ ലോക്ക് എടുക്കുക. ഒരു നോസ് പ്ലെയറോ ചെറിയ ഏതെങ്കിലും പ്ലെയർ ഇട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ലോക്ക് കറക്റ്റായിട്ട് വീഴും. പിന്നെ ഗൈസ് അങ്ങനെ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് സെറ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടി ചെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ 2 സൈഡും കറക്റ്റ് അലൈൻമെൻറ്റോടെ 1 ഇഞ്ചോ ഒരു വള്ളിയോ പുള്ളിയോ തെറ്റാതെ നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കറക്റ്റായിട്ട് ഫ്രീ പ്ലേ എല്ലാം ചെക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഹാഫ് ആക്സിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ 24 mm സ്പാനർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വൈസ് ഗ്രിപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യണത് ഗൈസ്. അങ്ങനെ ബി കെയർഫുള്ളായിട്ട് എല്ലാം ചെയ്യുക. എന്നിട്ട് നമുക്ക് വീൽ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വീൽ ആക്സിന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് ചെയിൻ ലൂബ് അടിക്കാം. ചെയിൻ ലൂബ് ഞാൻ എടുത്തിട്ടുള്ള മോട്ടറുള്ള ചെയിൻ ലൂബാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചെയിൻ ലൂബ് എടുത്ത് നന്നായിട്ട് ഷേക്ക് ചെയ്ത ശേഷം നമ്മൾ അപ്ലൈ ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മൾ വീലെല്ലാം കറക്കി നല്ല രീതിയിൽ, അതായത് നല്ല രീതിയിൽ ചെയിന് നല്ല നനഞ്ഞിരിക്കുന്ന രീതിക്ക് നമ്മളങ്ങനെ നന്നായിട്ട് വീല് കറക്കി ചെയിൻ ലൂബ് ചെയ്യുന്നു ഗൈസ്. നമ്മളിവിടെയും ചെയ്ത ശേഷം നമ്മൾ ഫ്രണ്ടിലും ചെയ്യണം, അതായത് ഇന്നർ സ്പോക്കൻ്റെ അവിടെയും. പിന്നെ ഗൈസ് ഇത്രയൊക്കെയാണ് നമ്മുടെ പാർട്ട് 2 വീഡിയോ. അങ്ങനെ ആ പാർട്ട് 3 വീഡിയോയ്ക്കായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്നെ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ചെറിയൊരു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു സ്ട്രെങ്ത്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്, ലവ് യു ആൾ.